Hi guys, once again welcome back to part 4 class plus 1 physics chapter 4 chapter 6 ആയിട്ടുള്ള സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആൻഡ് റൊട്ടേഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ അവസാനത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 പാർട്ടുകൾ കംപ്ലീറ്റ് ആയിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നത് എന്ന് വിചാരിക്കുന്നു. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ അറിയിക്കുക. ആൻഡ് നമുക്ക് അതായത് ആങ്കുലാർ മൊമെന്റം അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞ കേസാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഇതും മൊമെന്റ് ഓഫ് ഫോഴ്സും അല്ലെങ്കിൽ ടോർക്കും തമ്മിലുള്ള ബന്ധം വളരെ സിമ്പിളാണ്. ടോർക്കിന്റെ ഡെഫിനേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചത്. ഇറ്റ് ഈസ് എ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് പൊസിഷൻ വെക്ടർ ഓർ റേഡിയസ് വെക്ടർ ആൻഡ് ഫോഴ്സ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് വെക്ടറുമായിട്ട് മൊമെന്റം വെക്ടർ ആഡ് ചെയ്താൽ ആർ കോൾഡ് ആംഗുലാർ മൊമെന്റത്തിന്റെ ഡെഫിനേഷൻ ആയി. അത്രേ ഉള്ളൂ. അപ്പം പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് മൊമെന്റ് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞ അവസാനത്തെ പാർട്ടും ഈ ഒരു പാർട്ടിൽ ആംഗുലാർ മൊമെന്റത്തിന്റെ റിലേഷൻ തമ്മിലാണ് ബെസ്റ്റ് പാർട്ട് ഡെറിവേഷൻ. ഈ ഒരു ചാപ്റ്ററിന്റെ 3-4 മാർക്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഡെറിവേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള പാർട്ടല്ലേ സെഷൻ ഇതാണ്. നിങ്ങൾ റെഡിയാണോ? ക്ലിയർ ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് റെഡി ആണെങ്കിൽ നമുക്ക് ഈ ഒരു പാർട്ട് നോക്കാം. ആംഗുലാർ മൊമെന്റം അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞ ജസ്റ്റ് ഐ വിൽ ഞാൻ പറയാം, ഞാൻ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ പോലെ യെസ് നമുക്ക് തുടങ്ങാം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഈസ് ദ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് പൊസിഷൻ വെക്ടറിന്റെയോ അല്ലെങ്കിൽ റേഡിയസ് വെക്ടറോ ആൻഡ് മൊമെന്റം വെക്ടർ. നേരത്തെ നമ്മൾ മൊമെന്റ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്കിന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ എന്തായിരുന്നു? ഇറ്റ് ഈസ് എ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് റേഡിയസ് അല്ലെങ്കിൽ പൊസിഷൻ വെക്ടർ ഓർ റേഡിയസ് വെക്ടർ ആൻഡ് അവിടെ പറഞ്ഞത് ഫോഴ്സിന്റെ വെക്ടർ ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ആംഗുലാർ മൊമെന്റത്തിൽ വരുമ്പോൾ ആ ഒരു ഫോഴ്സ് ഒഴിവാക്കുക, ആംഗുലാർ മൊമെന്റ് അല്ലെങ്കിൽ ആംഗുലാർ മൊമെന്റ് വെക്ടർ. ഓക്കെ, ആംഗുലാർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു കറങ്ങുമ്പോൾ. The direction of angular momentum give the right hand control. നമുക്ക് ഈ ഒരു ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ കണക്കാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു റൈറ്റ് ഹാൻഡ് കൺട്രോൾ വെച്ചിട്ട് കണക്കാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ യൂണിറ്റ് എന്തായിരുന്നു? ഇത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ബാർ പെർ സെക്കൻഡ് എന്ന് പറയും. കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്നാണ് നമ്മൾ ചെയ്യുക. SI യൂണിറ്റ് ഓഫ് ആംഗുലാർ മൊമെന്റം അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് മൊമെന്റം എന്ന് പറയാം. ഓക്കെ, ലീനിയർ മൊമെന്റം അനലോഗ് ഓഫ് ആംഗുലർ. ലീനിയർ മൊമെന്റത്തിന്റെ ഒരു ഏട്ടൻ എന്നൊക്കെ പറയുന്നത് ആംഗുലർ. ലീനിയർ എന്ന ഒരു ലൈൻ, മറ്റേ ഈ ഒരു ആംഗുലർ എന്ന ഒരു കറക്റ്റ്. ആ ഒരു കാര്യം ഓർത്തുക. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞിരുന്നു അതായത് ആംഗുലാർ മൊമെന്റത്തിന് യൂസ് ചെയ്യുന്ന ലെറ്റർ എൽ ആണ്, ക്യാപിറ്റൽ എൽ ആണ്. എല്ലിന്റെ വെക്ടർ കാണണമെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ആർ ക്രോസ് എഫ്, പൊസിഷൻ വെക്ടറോ അല്ലെങ്കിൽ റേഡിയസ് വെക്ടറോ ഇൻടു അല്ലെങ്കിൽ ക്രോസ് എന്തിന്റെ വെക്ടർ ആയിരുന്നു? ഫോഴ്സ് ആണോ അതോ നമ്മുടെ മൊമെന്റം വെക്ടർ? ഫോഴ്സ് അല്ലേ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ പോവാം? നമ്മുടെ ടോർക്കിലേക്ക് പോവാം. ടോർക്ക് ആണോ ബോഡി? ടോർക്ക് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ടോർക്കല്ല നമുക്ക് വേണ്ടത്, നമുക്ക് മൊമെന്റമാണ്. മൊമെന്റത്തിന് ഓക്കെ, അത് എങ്ങനെയാണ്? എൽ is equal to angular momentum അല്ലെങ്കിൽ moment of momentum is equal to r cross p എന്ന് നമുക്ക് കണക്കാക്കാം. r cross p, r cross p അല്ല, r cross p. Okay, this is a vector quantity. ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി the moment of linear momentum is equal to angular momentum എന്ന് പറയാം നമുക്ക്. ഇനി അടുത്തത്, ഇനി 18ാമത്തെ ടോപ്പിക് is a very important part is relation between angular momentum and ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി എന്ന് ഞാൻ പറഞ്ഞു. ടോർക്കിന്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്ന് ഞാൻ പറഞ്ഞു. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ റിലേറ്റ് ചെയ്തുകൊണ്ട് ഇതിന്റെ ഒരു ഡെറിവേഷൻ ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കണം, അത്രയും ക്ലാരിറ്റിയിൽ മനസ്സിലാക്കണം. നോക്കിയോ, ഓരോ കാര്യം ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ശ്രദ്ധിച്ചോളിട്ടാ, അവിടെ ശ്രദ്ധിച്ചോളി. ഞങ്ങൾക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്ക്, ആദ്യം നമ്മൾ എന്ത് ചെയ്യോ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു റിലേഷൻ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എത്ര ചെയ്താൽ മതി? ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമുക്ക് ആദ്യം ചെയ്യാൻ നമ്മൾ ഈ ഒരു ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക. ആംഗുലാർ മൊമെന്റം എന്നതിന്റെ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. അങ്ങനെയായിരുന്നു. ഇറ്റ് ഈസ് ദ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് പൊസിഷൻ വെക്ടർ ഓർ റേഡിയസ് വെക്ടർ ആൻഡ് അതിന്റെ മൊമെന്റം വെക്ടർ എന്ന് പറഞ്ഞു. ആ ഒരു ഇക്വേഷൻ നമ്മുടെ ഡിനോട്ട് ചെയ്യുക. അതിന്റെ ലെഫ്റ്റ് ഹാൻഡിലും റൈറ്റ് ഹാൻഡിലും ഡെറിവേറ്റീവ് കൊണ്ട് നമ്മളൊന്ന് ഗുണിക്കാം. ഡെറിവേറ്റീവ് കൊണ്ട് ഗുണിക്കാം. അപ്പൊ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ ഗുണിക്കുമ്പോൾ നമുക്ക് എങ്ങനെ പറയുന്നത്? ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? ഡി ബൈ ഡി ടി കൊണ്ട് ഗുണിക്കുക എന്നാണ് ഉദ്ദേശം. അതായത് ഡി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ ചെയ്യുമ്പോൾ ഡി ബൈ എൽ ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് കിട്ടും.
ടി ബൈ എൽ ഡിവൈഡ് ബൈ ഡി ടി ആണ് ലെഫ്റ്റ് ഹാൻഡിൽ വരിക. റൈറ്റ് ഹാൻഡിൽ വരുമ്പോൾ സെയിം പിച്ചാണ്. എന്താണ് ഡി ഇൻറ്റു ആർ ക്രോസ് പി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഹോൾ ഡിവൈഡ് ബൈ ഡി ബൈ ഡി ഇൻറ്റു ടി. അപ്പം ഇതാണ് ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ ഗുണിച്ചത്. നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഡി ബൈ ഡി ടി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക. ആ കാര്യം നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗത്തിൽ നമുക്ക് കിട്ടിയ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ ഒന്നിലേക്ക് ആഡ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ആർ ക്രോസ് എഫ് ഡിവൈഡ് ബൈ ഡി ടി എന്ന് കിട്ടിയെങ്കിൽ ഇതിന്റെ പ്രൊഡക്റ്റ് റൂൾ കൊണ്ട് നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. പ്രൊഡക്റ്റ് റൂൾ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. സാർ എന്താണ് പ്രൊഡക്റ്റ് റൂൾ? പ്രൊഡക്റ്റ് റൂൾ ഈസ് ഈക്വൽ ടു ഇതാ. ഓക്കെ, പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്ന് ശ്രദ്ധിക്കുക. പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ ആണ്. പ്രൊഡക്റ്റ് റൂൾ കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഡി എം ക്രോസ് എൻ ഡിവൈഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു, ഇതിലേക്ക് അപ്ലൈയിങ് പ്രൊഡക്റ്റ് റൂൾ ചെയ്യുകയാണെങ്കിൽ എം എന്ന് പറയുന്ന ആളെ പുറത്ത് നിർത്തി എന്നിനെ വീട്ടിലേക്ക് കയറ്റാം. എം എന്ന് പറഞ്ഞ ആളെ പുറത്ത് നിർത്തി എന്നിനെ വീട്ടിലേക്ക് കയറ്റാം. എം എന്ന് പറഞ്ഞ ആളെ പുറത്ത് നിർത്തി എൻ ഇൻറ്റു ഡി ബൈ എൻ ഡി എൻ ഡി ടി വീട്ടിലേക്ക് കയറ്റി പ്ലസ് പ്ലസ് അടുത്ത ആള് നോക്കിയോ, എൻ ആളെ, അതായത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു എമ്മിനെ പുറത്ത് നിർത്തി എന്നിനുള്ളോട്ട് കയറ്റി. എന്നിനെ പുറത്ത് നിർത്തി എമ്മിനുള്ളോട്ട് കയറ്റി. അതാണ് പ്രൊഡക്റ്റ് റൂൾ. എം എൻ ഇൻറ്റു ഡി എം ഡിവൈഡ് ബൈ ഇതാണടാ എന്ത് പ്രൊഡക്റ്റ് റൂൾ. ഇനി ഈ പ്രൊഡക്റ്റ് റൂളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആഡ് ചെയ്തു. പ്രൊഡക്റ്റ് റൂളിലേക്ക് നേരത്തെ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ആറ് ക്രോസ് എഫ് എന്ന് പറഞ്ഞ ഭാഗത്തിൽ സബ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പരിപാടി കഴിഞ്ഞു. റെഡിയാണ്? നോക്കാം, നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കോളി. സോ ഈസി ടി സി എന്നൊക്കെ പറയാം. സിമ്പിൾ ആണ്. അതിലേക്ക് നമ്മൾ ആളെ ആഡ് ചെയ്യും. അതിലേക്ക് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് റൂളിലേക്ക് വരെ ആഡ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ അറിയോ? ആറ്, അതിന്റെ വെക്ടർ 6 ഇൻറ്റു ഡി പി ബൈ ഡി ടി. ഡി പി എന്ന് പറഞ്ഞാൽ ആ പി ആണ് എന്തിന്റെ സ്ഥാനത്തുള്ളത്? എന്നിന്റെ സ്ഥാനത്തുള്ളത്. അതുകൊണ്ട് ആദ്യം എമ്മിനെ പുറത്ത് നിർത്തി എന്നിനുള്ളോട്ട് കയറ്റി, ആദ്യം ആറിനെ പുറത്ത് നിർത്തി പിന്നുള്ളോട്ട് കയറ്റി. അതേപോലെ ചെയ്ത് നോക്കുമ്പോൾ പ്ലസ് പിന്നെ എന്നിനെ പുറത്ത് നിർത്തി ആറിനെ ഉള്ളോട്ട് കയറ്റി. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ അതാണ് പ്രൊഡക്റ്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി പ്രൊഡക്റ്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഫൈനലായിട്ട് പ്രൊഡക്റ്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്തല്ലോ. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുക ഡി എൽ, ഇത് ലെഫ്റ്റ് ഹാൻഡിൽ ഡി എൽ ബൈ ഡി ടി കിട്ടും ഈക്വൽ ടു ആർ. എടാ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആർ കോൾഡ് ഫോഴ്സ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എം വി അല്ലേ? എം വി മാസും വെലോസിറ്റി തമ്മിലുള്ള കമ്പയറേഷൻ ആണ്. അത് ഞാൻ എവിടേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു? ആർ ക്രോസ് എഫ്. ഈ എഫ് എവിടെ വന്നു? ഡി ടി ബൈ ഡി ടി എന്നതിലേക്ക് ഒന്ന് കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയതിനെ അത് ഫോഴ്സ് ആക്കി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനെ ഫോഴ്സ് ആക്കി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യും. പ്ലസ് ഇനി പി ക്രോസ്, പി എന്ന് പറയുമ്പോൾ മൊമെന്റം ആണ്, അത് എം വി ആണ്. ആ എം വി ഇവിടെ ആഡ് ചെയ്തു. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ അല്ലെ റേഡിയസ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ മോഷൻ സ്ട്രേറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ യെസ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ അത് വെലോസിറ്റി ആണ്. ആ വെലോസിറ്റി ഞാൻ ഇവിടെ ആഡ് ചെയ്തു. ഇനി ഒന്നും ചെയ്യാനില്ല, ഒറ്റ കാര്യം ഓർത്തേക്കാം, എം ബി ക്രോസ് ബി. അതായത് ഇതിന്റെ ആൻസർ വരുന്ന അറിയോ? വി ബി സൈൻ തീറ്റയാണ് വരിക. വി ബി സൈൻ തീറ്റ അത്ര ഓർത്തിട്ട് വി ബി സൈൻ തീറ്റ. അതായത് വെക്ടർ വി ലൈനിൽ ബിയുടെ വെക്ടറിലേക്ക് ഒരു വിയിലെ വെക്ടർ ലൈനാണ് വി ഇൻറ്റു ബി. അതായത് അതിന്റെ ആംഗിൾ എന്തോ മാറിയിട്ടുണ്ടോ? ആംഗിൾ 0 അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടോ പ്ലസ് 0. എങ്ങനെ 0 വരുന്നതിന് മുമ്പ് ബി ബി സൈൻ തീറ്റ ആണ്. ബി ബി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ അതിന് ആംഗിളും കാര്യങ്ങളും ഒന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ 0 ഇട്ടു. അപ്പം ഒന്ന് ഫൈനലൈസ് ചെയ്യുകയാണെങ്കിൽ ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടോ എന്ന് കിട്ടും. ഡി എൽ ബൈ ഡി ഈസ് ഈക്വൽ ടു ടോ എന്ന് നമുക്ക് ഫൈനലൈസ് ചെയ്ത് ആൻസർ കിട്ടും. എടാ, ഈ ഡെറിവേഷൻ ഒന്നും നിങ്ങൾ റിവൈസ് ചെയ്തിരിക്കണം, ഉറപ്പായിട്ടും റിവൈസ് ചെയ്തിരിക്കണം. ഓക്കെ, ഉറപ്പായിട്ടും റിവൈസ് ചെയ്തിരിക്കണം. ഇതിന്റെ ചോദ്യം വന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. സോ കഴിഞ്ഞു ചാപ്റ്ററിന്റെ ഈ ഒരു പകുതി, ഒരു ഡെറിവേഷൻ മൊത്തം നമ്മൾ കംപ്ലീറ്റ് ആക്കി പറയാം. അതേപോലെ പറയാം. ഓക്കെ, നോക്കിയോളി.
തയ്യാറായി? ഞാൻ പറഞ്ഞു റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെ, dl/dt എന്ന് പറഞ്ഞു. dl/dt ഈക്വൽ ടു ടോ എന്ന് ഞാൻ പറഞ്ഞു. അതെന്താണ്? റൊട്ടേഷനിലാണ് ടോ വരിക. ഇനി നേരെ മറിച്ച് ഫോഴ്സിലേക്ക് വരുമ്പോൾ ഫോഴ്സ് എന്താ പറയുക? dp/dt എന്ന് പറഞ്ഞാൽ അത് എന്താ കണക്കാക്കുന്നത്? ഫോഴ്സ് ആയി കണക്കാക്കുന്നത് ലീനിയറിലുള്ള കാര്യമാണ്. അത്ര ഓർത്ത് വെച്ചാ. സോ നമ്മുടെ ആ ഒരു ഡെറിവേഷൻ കഴിഞ്ഞു. ഇവിടുന്ന് ചോദ്യം ചോദിക്കാൻ ഞാൻ അറിയാം, ഇവിടുന്ന് ചോദ്യം ചോദിക്കാം. ചോദ്യം ചോദിക്കാൻ ഇതേപോലത്തെ മെത്തേഡിലാണ് ഇങ്ങനെ നമ്മളോടായിട്ട് പോയോ ഇല്ല, നമ്മളോട് ചോദ്യം ചോദിക്കാൻ അറിയാം. ഡിറൈവ് ദ റിലേഷൻ കണക്ടിങ് ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റവും ടോർക്കും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഇത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നു. ഇത്ര വരെ ഡെറിവേഷൻ. ഓക്കെ, ഇനി 19ാമത്തെ ഒരു ഭാഗം ഞാൻ പറഞ്ഞു. 19ാമത്തെ ഒരു ഭാഗം അത് കഴിഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞ ചെറിയൊരു പാർട്ട് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞ പോലെ ഈ ഒരു ചാപ്റ്റർ മുഴുവനും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു കഴിഞ്ഞു. ഓക്കെ, ലീനിയർ നമുക്കിനി കമ്പാരിസൺ ഓഫ് ട്രാൻസ്ലേഷൻ മോഷനും റൊട്ടേഷണൽ മോഷനുമായി തമ്മിലുള്ള കമ്പയർ ചെയ്യുന്ന കാര്യം ഞാൻ പറയാം. അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് ലീനിയർ മോഷനിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ലീനിയർ മോഷനിൽ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ എക്സ് ആണ്. ഓക്കെ, വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറ്റും? എന്താക്കാൻ പറ്റും? രണ്ട് ഓപ്ഷൻ ഉണ്ട്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷൻ നമുക്ക് കണക്കാക്കാം. ഒന്നെങ്കിൽ dx/dt ചേഞ്ചിങ് പൊസിഷൻ, അതാണ് വെലോസിറ്റി നമുക്ക് കണക്കാക്കാൻ പറ്റും. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. നമുക്കറിയാം ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ പർട്ടിക്കുലർ ടൈം, അതാണ് ആക്സിലറേഷൻ എന്ന് പറയാം. ഇനി ലീനിയർ മോഷനിൽ മാസ് m ആയിട്ട് കണക്കാക്കാം. ഫോഴ്സ് F = ma അല്ലെങ്കിൽ dp/dt. ഇച്ചിരി മുമ്പ് ഡെറിവേഷനിൽ നമ്മൾ റൊട്ടേഷൻ അല്ല ലീനിയർ ഭാഗത്ത് പറഞ്ഞില്ലേ, dp/dt = F. ആ കാര്യം നമുക്ക് മറ്റൊരു കാര്യം പറയാൻ പറ്റും. ആൻഡ് വർക്ക് എന്ന് പറഞ്ഞ കേസിൽ d omega = FDS എന്ന് നമുക്ക് എടുക്കാം. FDS ജസ്റ്റ് നമുക്ക് അറിയുന്ന കേസാണ്. നമ്മൾ 4ാമത്തെ ലോസ് ഓഫ് മോഷൻ വരെ പഠിക്കുകയാണെങ്കിൽ ഇത്രയും കാര്യം നിങ്ങൾക്ക് സിമ്പിൾ ആക്കാൻ പറ്റും. ഈ ലോസ് ഓഫ് മോഷനിൽ നിന്ന് നേരെ നമ്മുടെ ഈ ഒരു റൊട്ടേഷനിലേക്ക് വരാം. സോ വെരി ഈസി. ഓക്കെ, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും? കൈനറ്റിക് എനർജി K = mv²/2. പവർ എന്ന് പറഞ്ഞാൽ FV = P, ഫോഴ്സ് ഇൻടു വെലോസിറ്റി. ഓക്കെ, ലീനിയർ മൊമെന്റം P = mv. അതായത് ഞാൻ ഓൾറെഡി പറയും, ഈ ഒരു ലോസ് ഓഫ് മോഷൻ വരെ പഠിച്ച ആൾക്ക് ഈ ഒരു ലീനിയർ മോഷന്റെ ഇത്രയും ഭാഗം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് അതിലെ ഈ ഒരു വെലോസിറ്റി എന്നാണ്, ആക്സിലറേഷൻ എന്നാണ് കേസ്. ഇനി ഈ ഒരു ഇത്രയും ഭാഗം ഈ ഒരു ലീനിയർ മോഷൻ നിന്നും അതിൽ നമുക്ക് നേരെ റൊട്ടേഷണൽ മോഷൻ ആംഗുലാർ മോഷനിലേക്ക് വരണമെങ്കിൽ ഒന്നും ചെയ്യാനില്ല. നേരെ തീറ്റകളോട് കളി. അതായത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു തീറ്റയാണ്. നേരത്തെ എക്സ് ആയതുകൊണ്ട് തീറ്റ. ഇനി ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒമേഗ ആണ് യൂസ് ചെയ്യുക. ഒമേഗ d(θ/dt). ഇനി ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ = d(omega/dt). അടുത്തത് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. I = mr². ടോർക്ക് കാണാൻ ടോ I ആൽഫ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ ഉണ്ട് ടോർക്ക് കാണാനുള്ള dl/dt എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ടോർക്ക് കാണാനുള്ളത് വർക്ക് ഒമേഗ വർക്ക് ടോർക്ക് ടോ ഇൻറ്റു d. ഓക്കെ, dθ എന്നൊക്കെ പറയാം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ആംഗുലാർ മൊമെന്റ് ഒക്കെ കാണുമ്പോൾ L = I omega എന്ന് നമുക്ക് പറയാം. ആംഗുലാർ മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ L = I omega എന്ന് പറയാം. അടാ, ഈ ഒരു കമ്പയറിനേഷൻ ഈ ഒരു ടേബിൾ ഇതേപോലെ അങ്ങ് പഠിച്ചു വെച്ചോളൂ. ഈ ഒരു ടേബിൾ ഇതേപോലെ കമ്പയറിനേഷൻ ടേബിൾ. സോ ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ ടോപ്പിക് ആയിരുന്നു ഇത്. അതിനു മുമ്പ് ഒരൊറ്റൊരു ടോപ്പിക് കൂടി ഉണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം കൂടി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ചാപ്റ്റർ അവസാനിച്ചു. ഇത്രയുള്ള ഈ ചാപ്റ്റർ നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളിലൂടെ നമുക്ക് കടന്നു പോകണമെങ്കിൽ ഇത്രയേ ഉള്ളായിരുന്നു നമുക്ക് ഈ ഒരു ചാപ്റ്റർ. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ പെർഫോമൻസ് നിങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യാം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇനി അവസാനത്തെ ഒരു ടോപ്പിക് കൂടി, അതൊക്കെ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ആൻഡ് അവസാനത്തെ 21ാം അല്ലെങ്കിൽ 20ാമത്തെ ടോപ്പിക് ഞാൻ പറയാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. കുറച്ച് കൺസർവേഷൻ വേണ്ട, ആംഗുലാർ മൊമെന്റത്തിന് ഒരു കൺസർവേഷൻ പറയാം. ഇഫ് ദെയർ നോ എക്സ്റ്റേണൽ ടോർക്ക് ടോട്ടൽ ആംഗുലാർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് പുറത്ത് നിന്നൊരു എക്സ്റ്റേണൽ ആയുള്ള ഒരു ടോർക്ക് കൊടുക്കുന്നില്ല എങ്കിൽ ആംഗുലാർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം സ്റ്റേറ്റ് ദാറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇഫ് നോ എക്സ്റ്റേണൽ ടോർക്ക്
ഇഫ് നോ എക്സ്റ്റേണൽ പുറത്ത് നിന്ന് ഒരു ടോർക്ക് കൊടുക്കുന്നില്ല എങ്കിൽ ടോ ഈസ് ഈക്വൽ ടു ആർ ഓർ പ്രൊഡക്റ്റ് ഓഫ് അല്ലെങ്കിൽ പൊസിഷൻ വെക്ടർ ഓർ റേഡിയസ് വെക്ടർ. നമുക്ക് ആ ഒരു കാര്യം എഴുതാം. ആണ് ബ്രാക്കറ്റ് ഇടാം. നിങ്ങൾ ടീച്ചർ വന്നിട്ട് അട്രാക്ട്. if there no external torque, total angular momentum remains constant. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഓക്കെ, അതാണ് നമുക്ക് കണക്കാക്കാൻ പറ്റിയ law of conservation of angular momentum. If there no external force, external torque, external ആയിട്ട് ഒരു ടോർക്ക് നമുക്ക് കിട്ടുന്നില്ല, external ആയിട്ട് ഒരു പൊസിഷൻ കിട്ടുന്നില്ല, ഒരു പൊസിഷൻ കിട്ടുന്നില്ല, ഒരു external ആയിട്ട് ഒരു ഫോഴ്സ് നമുക്ക് കിട്ടുന്നില്ല, അങ്ങനെയെങ്കിൽ നമുക്ക് അതിനെ എന്ത് കണക്കാക്കാൻ സാധിക്കും? അത് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടും. are called angular momentum. law of conservation of angular momentum കണക്കാക്കാൻ പറ്റും. ദെൻ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചെറിയൊരു ഡെറിവേഷൻ ഒന്നും പറയാനില്ല, ചെറിയൊരു കോൺസെപ്റ്റ്, ചെറിയൊരു കാര്യം ഒന്ന് അറിയാനുണ്ട്. നോക്കിയോളി, ജസ്റ്റ് ഒന്ന് അറിഞ്ഞോളി. അതായത് ഞാൻ പറഞ്ഞു, നമുക്ക് ടോർക്കിനുമാണ് നമുക്ക് മറ്റൊരു ഭാഗത്തൂടെ പറയാം. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, ക്രോസ് പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ അതിന് വേറെ പറയാം dl/dt ടോർക്ക് പറയാം, dl/dt പറയാം. ആ dl/dt എന്ന് പറഞ്ഞാൽ അതിന് എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മളൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ടോർക്ക് സീറോ അല്ലേ? ഫോഴ്സ് ടോർക്ക് സീറോ എന്ന് നമുക്ക് കണക്കാക്കാം. അങ്ങനെയെങ്കിൽ സീറോ ടോർക്ക് ആണെങ്കിൽ എൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അത്ര ഒന്ന് ഓർത്തിച്ചാൽ മതി. വെയർ ഐ ഒമേഗ കോൺസ്റ്റന്റ് ആയിരിക്കും. ഐ ഒമേഗ കോൺസ്റ്റന്റ് ആയിരിക്കും. അതില് നമ്മള് മൊമെന്റ് ഓഫ് ഇനേഷ്യ, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം, ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഒമേഗ വാല്യൂ കുറയും. അത്ര കേസ് ഒന്ന് ഓർത്തിട്ട്, അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ജസ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ ഈ ഒരു ഒമേഗന്റെ ആ ഒരു കേസ്. ഇത്രയും കേസ് ഒന്ന് ഓർത്ത് വെക്കുകയാണെങ്കിൽ സിമ്പിൾ ഒരു എക്സാമ്പിൾസും കാര്യങ്ങളില്ല. പിന്നെ അത് അപ്ലിക്കേഷൻ ഓഫ് കൺസിഡർ വേരിയേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞ അവസാനത്തെ ഒരു ടോപ്പിക് കൂടി കഴിഞ്ഞാൽ ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. സോ എല്ലാ കൺസെപ്റ്റുകളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നു, എല്ലാ കൺസെപ്റ്റും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അവസാനത്തെ ഒരു കാര്യം കൂടിയുള്ളൂ. അതായത് രണ്ട് അപ്ലിക്കേഷൻസ് ആണ് കേട്ടോ. രണ്ട് അപ്ലിക്കേഷൻ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കുഴപ്പമില്ല. അതായത് ഒരു കുട്ടി അപ്ലിക്കേഷൻ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റത്തിന്റെ കൺസർവേഷൻ ആണ് ഇവിടെ പറയാൻ പോകുന്നത്. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോടി. ഒരു കുട്ടി ഒരു കസാലയിൽ ഇരുന്ന് കൈ ഫോൾഡ് ചെയ്തിട്ട് കറങ്ങാൻ ശ്രമിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ കൈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെച്ച് കറങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏതായിരിക്കും മാക്സിമം സ്പീഡ് കിട്ടുക? നിങ്ങൾ പറയും രണ്ടാമത് ഇതല്ലേ? അപ്പൊ ഇതല്ല കേട്ടോ, കൈ ഫോൾഡ് ചെയ്തിട്ടാണ്. അതായത് റേഡിയസ് മാക്സിമം കുറയുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്ന അറിയോ? മാക്സിമം സ്പീഡിൽ കറങ്ങാൻ പറ്റും. റേഡിയസ് കുറയണം. അപ്പൊ ഇവിടെ വെച്ചാൽ നമുക്ക് റേഡിയസ് കുറവല്ലേ? നമ്മുടെ ആക്സിസ് ഓഫ് റൊട്ടേഷന്റെ റേഡിയസ് കുറവല്ലേ? ഇനി ഇങ്ങനെ വെച്ചാൽ നോക്കുക, ആക്സിസ് ഓഫ് റൊട്ടേഷന്റെ റേഡിയസ് കൂടില്ലേ? റേഡിയസ് കൂടിയാൽ കറങ്ങാൻ ബുദ്ധിമുട്ടാകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയേ ഉള്ളൂ. ആംഗുലാർ വെലോസിറ്റി, അതായത് മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി കൂടും. അതാണ് ഒമേഗ. മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി കൂടും. ഇനി ആംഗുലാർ വെലോസിറ്റി കുറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടും. ആ ഒരു കാര്യമാണ് ഇവിടെ ഓർക്കാനുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. ആൻഡ് ചെറിയൊരു കാര്യം, സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഇഫ് there no external force, the total angular momentum remains constant. അതാണ് സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആയിരുന്നു. ഇനി അവിടെ നിന്ന് ഒരു എക്സാമ്പിൾ ചെയ്യുന്നത് ഔട്ട് സ്ട്രെച്ചിങ് ഹെർ ആംസ്. അതായത് ഒരു കുട്ടി അവളുടെ കൈ ഇങ്ങനെ നീട്ടി വെക്കുകയാണെങ്കിൽ കറങ്ങാൻ എന്താക്കും? അവിടെ ചെയ്യും മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടും, അപ്പൊ ആംഗുലാർ വെലോസിറ്റി കുറയും. മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടും, അപ്പൊ അവിടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ mr² കൂടും, അതിന്റെ റേഡിയസ് ഒക്കെ കൂടും. അപ്പൊ എന്ത് ചെയ്യും? അവിടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടും ആൻഡ് ആംഗുലാർ വെലോസിറ്റി കുറയും. നേരെ മറിച്ച് അവളുടെ കൈ സ്ട്രെച്ച് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയും, അതായത് റേഡിയസ് കുറയും ആൻഡ് ആംഗുലാർ വെലോസിറ്റി കൂടും. അപ്പൊ നമുക്ക് മാക്സിമം സ്പീഡിൽ നമുക്ക് കറങ്ങാൻ പറ്റും. നിങ്ങൾ കാണാനില്ലേ സർക്കസിനൊക്കെ പോകുന്ന ആൾക്കാർ ഒറ്റക്കാൽമേൽ നിന്ന് കൈയൊക്കെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ കറങ്ങും, മാക്സിമം സ്പീഡിൽ കറങ്ങുന്നത്. അപ്പൊ നേരെ മറിച്ച് അവർക്ക് ഇങ്ങനെ കറങ്ങിവിടും, കാലിങ്ങനെ കൈ ഇങ്ങനെ കറങ്ങിവിടും. അപ്പൊ എന്താ? കറങ്ങുമ്പോൾ സ്പീഡ് കുറയും. അത് തന്നെയാണ്. അപ്പം ഈ രണ്ട് അപ്ലിക്കേഷൻ നിങ്ങൾ പഠിച്ചാൽ സോ ദാറ്റ്സ് ഇറ്റ്. ഇതായിരുന്നു നമ്മുടെ സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ ഓഫ് മോഷൻ. കൃത്യം ഞാൻ പറയുകയാണെങ്കിൽ 1:40 1 മണിക്കൂർ 45 മിനിറ്റ് കൊണ്ടും ഞാൻ ഈ ചാപ്റ്റർ മൊത്തം ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു. അതാണ് നമ്മുടെ ലേഡിഫൈന്റെ. അപ്പം എല്ലാ കാര്യങ്ങളും ഒരു കൺസെപ്റ്റ് ഞാൻ വിട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എക്സാമിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നു. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് അടിപൊളിയായിട്ട് കണ്ടുമുട്ടണം. സോ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.